എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ നമുക്ക് റാങ്കുഷൻ ഞാൻ മൈക്ക് ചാർജ് ചെയ്യാൻ പറഞ്ഞു. ചാർജ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ക്ഷണിക്കുക. പൊണ്ണെ കിട്ടിയിട്ടുണ്ട്. ബിസ്മില്ല. ഞാൻ വേറൊരു പി പി ചെയ്തപ്പോൾ ഞാൻ മാലത്തീനിക്ക് ഒരു പി പി നോക്കിയപ്പം പി പി കൊടുത്താൽ നല്ലതാണെന്ന് എനിക്ക് പക്ഷേ പി പി കൊടുത്താൽ റേറ്റിംഗ് 106 104 അതുകൊണ്ടാണത് കൊടുക്കാൻ. അത്ര ഹാപ്പിന്നൊക്കെ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണ് കളി കൊണ്ടത് അറിയാം. പിന്നെയും പറഞ്ഞ എന്നെ തന്നെ ചിന്തിക്കുന്നു. Hey, that's selling right on my eyes, bro. Yep, Messi, go ahead. Oh, come on, Messi. ഇതെന്താണോ? എന്തൊരു മാലത്തിന് പോയി. ഞാൻ ബോൾ കിട്ടി വെച്ചിട്ട് കേട്ടോ മാച്ച് നേരം മനസ്സിലായി. അത്രേ ഉള്ളു റാസ്മുസേ, വെറുതെ ആണ് ഇട്ടേക്ക് നയിക്കണേ. 1-1 ഇത് കാണുമ്പോൾ ഒരു സന്തോഷം. അവൻ തുടക്കത്തില് ഡിഫെൻഡിങ് ഇട്ട് വെച്ചേക്കോ കൊച്ചു വെള്ളം. ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമല്ല. ഗെയിം ഒരു സെറ്റിംഗ് കൊടുത്തേക്കുന്നു, അത് പ്ലസ് യൂസ് ചെയ്തു. അതെനിക്ക് വലിയ തെറ്റായിട്ട് തോന്നില്ല. ഗെയിം എടുത്തേക്കും സെറ്റിങ്ങില്ല, അതായത് ഇൻഡിവിജ്വലായിട്ടൊന്നും എടുത്തുണ്ടാകുന്നുണ്ട്. സ്ലോ വിച്ചസ് from the game, bro. Who cares? അങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കഴിവ്. അല്ലെങ്കിൽ ഇപ്പോൾ കയറിയെന്ന് പറഞ്ഞു വലിയവർക്കാൻ കഴിയുന്നുണ്ട്. നാളെ എന്തൊക്കെയോ പ്ലെയറോ മറ്റേ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൻ്റെ ഇതൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല. എടാ ഓൺ ഗോൾ ഇപ്പോൾ ഒരെണ്ണം കയറിയാൽ ഓൺ. ഞാൻ ഒരിക്കലും ബെക്കോനെ കൊണ്ട് ഷോട്ട് അടിപ്പിക്കാറില്ല. ഒരെണ്ണം കയറിയ പക്ഷേ നല്ലൊരു ട്രൈ ആയിരുന്നു. അവർക്കറിയാലോ 6 യാർഡ് എടുക്കുള്ളൂ. അതിലങ്ങ് എടുത്ത് ഡിഫോൾട്ട് ആക്കി എടുക്കാൻ പറ്റുന്ന സെറ്റിംഗ് ഒന്നുകൂടെ. അവരെ അൺഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കഴിഞ്ഞിട്ട് ആണില്ലാത്തവർ വെറുതെ ഇല്ല, ഇഷ്ടപ്പെടുന്നില്ല. ബെക്കാൻ പോയി പിടി, പ്രസ് ചെയ് ബെക്കമേ. 2 മിനിറ്റ് കളിക്കുമല്ലോ, അപ്പൊ പിന്നെ പ്രസ് ചെയ്യ. അയ്യോ ടാക്കലിൻ്റെ ഒരാവശ്യമില്ലാതെ കണ്ടത്തരായിപ്പോയി.
ഇതെന്താണ് ഇവൻ ഇത്ര കാമായിട്ട് കളിക്കുന്നത്? എനിക്കൊന്നും ഇതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. കാമെന്നല്ല ബോളും അത് പിടിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ എന്ത് എളുപ്പത്തിലാണ് കളിക്കുന്നത്, എന്ത് സ്മൂത്തായിട്ടാണ് കളിക്കുന്നത് ഇവരൊക്കെ, എന്ത് നന്നായിട്ട് ഇവരൊക്കെ കളിക്കുന്നത് അല്ലേ. ഇതിൻ്റെയൊക്കെ പകുതിയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കളിക്കായിരുന്നു. പകുതി വേണ്ട, പകുതി പോലും ഞാൻ ചോദിക്കുന്നില്ല, ഇച്ചിരി. എടാ അങ്ങനെ എന്തിനാടാ അത്ര ഓടുന്നത്? എന്തിനാ അങ്ങനെ അത്ര ഓടുന്നത്? ഒരാവശ്യമില്ല. മര്യാദയ്ക്കൊരു പാസ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ എന്നിട്ട് നിന്നിട്ട് അവിടെ ഉണ്ടാക്ക്. കാണുമ്പോഴേ എനിക്കറിയില്ല പോക്ക് അവിടെയാണ്. എടാ ഒരു ത്രൂ കൊടുക്കാൻ പഠിക്കടാ. ഇതാണ് ത്രൂ. അവിടെ മെസ്സി എന്താ ഡിമാർക്കോ, നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോ മോനെ? ബോളിങ് വന്നെന്തോ എനിക്ക് ഇത്ര. എടാ പോന്നറാ, എംഎഫിലാണോ കളിക്കുന്നത്? എന്താടോ ഞാൻ കമൻട്രി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ മാർട്ടിൻ്റെ ഭയങ്കര ലാഭം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എടുത്തു കളഞ്ഞത് തന്നെ. എടാ ലാഗ് അടിച്ചിട്ട് കാണുന്നില്ലടാ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. എന്തേലും കാണണ്ട, എന്തേലും ചെയ്യും. ധോണി കാർവഹാൽ കഴിഞ്ഞ ദിവസം ഒന്നടിച്ച പ്ലെയറാണ്. ഞാൻ ജയിക്കാൻ ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. പോ റൈക്കാർഡേ, എൻ്റെ റൈക്കാർഡ് ഓടുകൂടാ. നിന്റെ അത്ര ഇല്ലടാ മോനെ, സമ്മതിച്ചു തന്നെ ഞാൻ. ക്രോസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ക്രോസ് ചെയ്തു. ചെയ്തത് ഇത് അടിച്ചില്ലെങ്കിൽ എന്തിനാടാ എനിക്ക് കളിക്കുന്നത്? ഇത്ര നാട്ടിൽ പോകാൻ കളിക്കാറിയിട്ടില്ല. ഈ കീപ്പർ ഇവനെയൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ട് ഇവനെന്നെ എങ്ങനെ ചെയ്യുന്നത്? എടാ ബോൾ എടുക്കടാ. എടാ എന്താളാ അതൊക്കെ? ഇതിനൊക്കെ എന്നാ പറയണ്ടേ? അന്നേരം ഓണങ്ങ് പോയി. അവൻ്റെ നല്ല ശബ്ദമൊക്കെ അല്ല, അവര് ലെവൻഡോസ്കി ഉണ്ടാക്കി എന്തിനാണ്? ബെർണാഡൊക്കെ സ്ട്രൈക്കറായിരുന്നു. എടാ അതെന്താടാ അത്? ഇതിനൊക്കെ എന്ത് സ്പേസാടാ കളിക്കാൻ? ആ പോയി ഈ ഡോണി കാർവഹാൽ. What the hell? എടാ ബൊബ്ബ ഇതെന്താടാ? ഇവൻ എന്ത് ടൈം വേസ്റ്റിംഗ് ആടാ. പറഞ്ഞിട്ട് കാര്യമില്ല. When the game is against you, you can't do anything, bro. അറ്റ്ലീസ്റ്റ് പൊസിഷൻ എങ്കിലും എടുക്കടാ നീ. എന്നാരൊന്നും മര്യാദയ്ക്ക് പൊസിഷൻ പോലും എടുക്കൂലല്ലോടാ. എന്നാ ഒരു ഗോളും കൂടെ തന്നിട്ടുണ്ടാ. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തിടെ കാണുന്നതായിരിക്കും. ബൈ.